ജെൻസി യുവാക്കൾക്കിടയിൽ കടബാധ്യതകൾ വർദ്ധിക്കുകയാണോ? ഇന്ത്യയിലെ പുതിയ വായ്പക്കാരിൽ 41% 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ജെൻസി വിഭാഗമാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിനെ സാമ്പത്തിക വിദഗ്ധർ സൈലന്റ് ഡെറ്റ് അഥവാ നിശബ്ദ കടബാധ്യത എന്നാണ് വിളിക്കുന്നത്. എന്താണ് സൈലന്റ് ഡെറ്റ്? ക്രെഡിറ്റ് കാർഡ് ബാലൻസുകൾ, ബൈ നൗ പേ ലേറ്റർ കുടിശ്ശികകൾ, ആപ്പ് വഴിയുള്ള ചെറിയ EMIകൾ എന്നിവയിലൂടെയാണ് ഈ കടം ഉണ്ടാകുന്നത്. നിലവിൽ ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക 3 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്കൊപ്പം എത്താനും പുതിയ സ്മാർട്ട് ഫോണുകൾ, ഗാഡ്ജറ്റുകൾ, വിനോദയാത്രകൾ എന്നിവയ്ക്കുമാണ് യുവാക്കൾ വായ്പകളെ അമിതമായി ആശ്രയിക്കുന്നത്. ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം തുക മാത്രം അടച്ചു പോകുന്നതും പഴയ കടം തീർക്കാൻ പുതിയ ലോൺ എടുക്കുന്നതും വലിയ അപകടമാണ്. വായ്പാ തിരിച്ചടവ് വരുമാനത്തിന്റെ 30-35% കൂടുന്നത് സാമ്പത്തിക സുരക്ഷിതത്തെ ബാധിക്കുമെന്ന് ഓർക്കുക. കടബാധ്യതകൾ ഏകോപിപ്പിക്കുകയും ഉയർന്ന പലിശയുള്ളവ ആദ്യം തീർക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ. കൃത്യമായ ബജറ്റിലൂടെയും അച്ചടക്കമുള്ള തിരിച്ചടവിലൂടെയുമാണ് ഈ വായ്പാ കെണിയിൽ നിന്ന് മോചനം നേടാനാവുക. ജെൻസിക്കിടയിലെ ഈ പ്രവണതയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ.